കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ വീടിൻ്റെയും ഓരോ ദിക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളൊരു വീടിൻ്റെ ഇപ്പം പലർക്കും ഇന്നിപ്പം എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അവിടെ സംസാരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അവർ താമസിക്കുന്ന വീടിൻ്റെ ദിക്ക് പോലും അറിയാൻ വയ്യാത്ത ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. നമുക്ക് ഈ ദിക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഇപ്പോൾ കോമ്പസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ മധ്യഭാഗത്ത് നിന്നിട്ട് ഈ ആപ്ലിക്കേഷൻ എടുത്ത് കോമ്പസ് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ ദിക്കുകളും അത് കോമ്പസിലൂടെ നമുക്കത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദിക്കുകളെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിളിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ദിക്കുകൾ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോ ദിക്കുകളും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ വാസ്തുപ്രകാരം ഓരോ ദിക്കിലും ഓരോ ഈശ്വരന്മാരുണ്ടെന്നുള്ളതാണ് സങ്കല്പം. അതേസമയം തെക്ക് പടിഞ്ഞാറിരിക്കുന്നത് നിരവധി കോണാണ്, അവിടെ ഇരിക്കുന്നത് അസുരനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിശാചിന്റെ സ്ഥലമാണ്. അപ്പോൾ ഓരോ ദിക്കുകൾക്കും ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഓരോ ദിക്കുകൾക്കും ഓരോ സൗഭാഗ്യങ്ങളാണുള്ളത്. അവിടെ മറ്റ് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ആ സൗഭാഗ്യങ്ങൾ ദൗർഭാഗ്യങ്ങളായി മാറുന്നത്. അപ്പോൾ ഓരോ ദിക്കിന്റെയും സൗഭാഗ്യം ഇപ്പൊ ദിക്കുകളും വിധിക്കുകളും എന്നാണ് പറയുന്നത്. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് 4 ദിക്കുകളാണ്. മൂലകൾ തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇത് 4 വിധിക്കുകൾ എന്നാണ് പറയുന്നത്. നമ്മുടെ വാസ്തുപ്രകാരം ഇന്ത്യൻ വാസ്തുപ്രകാരം ദിക്കുകളിലെ വീടുകളാണ് നല്ലത്. അതായത് കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോ വടക്കോ നോക്കിയിരിക്കുന്ന വീടുകൾ, ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഈ ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കുന്ന വീടുകളാണ് നല്ലത്. അതേസമയം വിധിക്കിലായ സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്നീ ദിക്കുകൾ നമുക്ക് നല്ലതല്ലെന്ന് നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട്. അതേസമയം ഫെങ്ഷുയിൽ പറയുന്നത് ഗൃഹനാഥന്റെ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇവരുടെ ഭാഗ്യ ദിക്കുകൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു വീട് വെക്കാനായിട്ട് നോക്കുമ്പോൾ ആ വീടിന്റെ പ്രധാന വാതിൽ എവിടെ വരുന്നതാണെങ്കിൽ അവർ 2 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും കിഴക്ക് കൊടുക്കും അല്ലെങ്കിൽ തെക്ക് കൊടുക്കും, അങ്ങനെയാണ്. ഫെങ്ഷുയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫെങ്ഷുയിൽ അവർ പ്രധാനമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഗൃഹനാഥന്റെ ഭാഗ്യ ദിക്കിൽ വീടിന്റെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇപ്പൊ ഒരു ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് 4 ദിക്ക് ഭാഗ്യവും 4 ദിക്ക് ദോഷവുമാണ്. അത് ഗൃഹനാഥന്റെ ആ ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് എടുക്കുന്ന കുവാ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഭാഗ്യ ദിക്കുകളും ദോഷ ദിക്കുകളും നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യ ദിക്കുകൾ എന്ന് പറയുന്നത് ഇപ്പൊ 8 കുവാ നമ്പർ ആയിട്ടുള്ള ഭാഗ്യ ദിക്ക് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അങ്ങനെ 4 ദിക്കുകളാണ് ഭാഗ്യം. ആ ഓർഡർ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ല, എന്നാലും ഇത് 4 അതിന്റെ കറക്റ്റ് ദിക്കുകൾ. അപ്പോഴത്തേക്ക് ഇതിലാണ് അവരുടെ പ്രധാന വാതിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് 50% പ്രശ്നം ഈ ഒരൊറ്റ വാതിൽ കൊണ്ട് ക്ലിയർ ആവുമെന്നാണ്. അപ്പം 8 കുവാ നമ്പരായിട്ടുള്ളവർ ഇപ്പൊ കിഴക്ക് ഭാഗത്ത് ദർശനമുള്ള വീടാണെങ്കിൽ 8 കുവാ നമ്പരായിട്ടുള്ള വ്യക്തിയാണ് അവിടുത്തെ ഗൃഹനാഥൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗം അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ദിക്കാണ്. അപ്പോൾ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അതിന്റെ പ്രധാന വാതിൽ കൊടുക്കുന്നത്. അപ്പൊ ആ വാതിൽ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ആ നല്ല ഫ്ലൈങ് സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് അതിന്റെ എൻട്രൻസ് കൊടുക്കും. അങ്ങനെ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ദിക്കിനും അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ തെക്ക് വശം എന്ന് പറയുന്നത് 2019 തെക്ക് വശത്ത് നമുക്ക് ചുവപ്പ് ലൈറ്റ് ഇടാം. ചുവപ്പ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തെക്ക് എന്ന് പറയുന്ന ദിക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതൊക്കെ തരുന്ന ദിക്കാണ്. ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ ഒരാൾ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ തെക്ക് വശത്ത് ഒരു ചുവപ്പ് ലൈറ്റ് ഇട്ടോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടോളൂ എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പേര് പ്രശസ്തി അംഗീകാരം ഒക്കെ കിട്ടുന്ന ദിക്കാണ്. തെക്കിന്റെ എലമെന്റ് എന്ന് പറയുന്ന ഫയർ ആണ്. ഈ ചുവപ്പ് ലൈറ്റ് അതായത് റെഡ് ലൈറ്റ് ഫയർ എലമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അവിടുത്തെ പേര് പ്രശസ്തി അംഗീകാരം ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. അതേസമയം 9 വർഷത്തിൽ 2 തവണ അതായത് 5ഉം 2ഉം വരുന്ന വർഷങ്ങളിൽ അവിടെ ചുവപ്പ് ലൈറ്റ് പാടില്ല. ആ സമയത്ത് അവിടെ റെഡ് ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 5ഉം 2ഉം എർത്ത് എലമെന്റ് ആണ്. ഈ എർത്ത് എലമെന്റ് അവിടെ ആക്റ്റീവ് ആവും. 5 എന്ന് പറയുന്നത് ടോട്ടൽ ലോസും 2 എന്ന് പറയുന്നത് ഇൽനെസ്സുമാണ്. അപ്പം അവിടെ ഇപ്പം 2020 അവിടെ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 2 ആണ്. അത് ഇൽനെസ് സ്റ്റാർ ആണ്. അപ്പൊ അവിടെ നമ്മൾ ഈ വർഷം റെഡ് ലൈറ്റ് ഇടുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നം പരമോന്നതിയിലേക്ക് എത്തും. നമുക്ക് എന്താണോ പ്രശ്നം വീടിന് മൊത്തത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത അത് വളരെയധികം കൂട്ടുന്നതാണ്. അതുകൊണ്ട് 2020 യാതൊരു കാരണവശാലും തെക്ക് ഭാഗത്ത് റെഡ് ലൈറ്റ് ഇടാൻ
പാടില്ല. ഇപ്പൊ ഇതിൽ വേറെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഫെങ്ഷുയി അത് ഭയങ്കര പാടാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ വർഷാവർഷം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നെ വാസ്തുവിൽ അതൊന്നും കുഴപ്പമില്ല, വാസ്തുവിൽ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയല്ല, നിങ്ങൾ വാസ്തുപ്രകാരം വീട് വെച്ചാലും ഫെങ്ഷുയി പ്രകാരം വീട് വെച്ചാലും വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ ബാധിക്കണം. ഇപ്പൊ നമ്മൾ ഇന്നലെ കുളിച്ചതാണ് ഇന്ന് കുളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് പോവേണ്ടതാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഈ വർഷം നമുക്ക് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയാൽ ആ ഒരു വർഷം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൂടെ, അതിന്റെ എല്ലാ ദോഷവശങ്ങളെയും ഒഴിവാക്കി സൗഭാഗ്യങ്ങളെ നേടിക്കൊണ്ട് പൊയ്ക്കൂടെ. അപ്പോൾ വർഷാവർഷം നമ്മൾ അതുകൊണ്ട് പോകുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. അപ്പൊ നമ്മളിതൊന്നും നോക്കാതെ പോയി, നമുക്കിപ്പോ തെക്ക് വശത്ത് ഒരു പിന്നെ ചോപ്പ് ലൈറ്റ് ഇട്ട് അവിടെ ഇപ്പൊ 2 വന്ന് നിന്ന് ഭയങ്കര ആരോഗ്യ പ്രശ്നം വീട്ടിലോട്ടായി. നമ്മൾ ഒരാഴ്ച 2 ആഴ്ച ഹോസ്പിറ്റലിലോ വീട്ടിലോ കിടക്കുമ്പോഴത്തേക്ക് അത്രയും ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇത് ഒരു ദിവസം മതി നമുക്ക് ഒരു വർഷത്തെ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാനൊരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാലോ ഓരോ വർഷത്തെ ആനുവൽ സ്റ്റാർ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ആനുവൽ സ്റ്റാർ എങ്കിലും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് പോവുക. ഏറ്റവും നിങ്ങൾക്ക് ആവശ്യം ഫ്ലൈങ് സ്റ്റാർ ആണ്. ഫ്ലൈങ് സ്റ്റാറിന് ഒരു ഫെങ്ഷുയി കൺസൾട്ടന്റ് സേവനം നിങ്ങൾക്ക് ആവശ്യമാണ്. അത് കൂടിയേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആനുവൽ സ്റ്റാറിനാണെങ്കിൽ നിങ്ങൾക്ക് അതും വേണ്ട, ദിക്കൽ ബേസ് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ നെറ്റ് നോക്കി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, ഇതിലൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് പോവുക, ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം, 2020 മാർച്ച് മാസം 29-ാം തീയതി കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഫെങ്ഷുയുടെ ഒരു ബേസിക് ക്ലാസ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നേരത്തെ തൊട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് ഒത്തിരി ആൾക്കാരിലേക്ക് ഈ ഒരു സയൻസ് കൊണ്ടെത്തിക്കാനും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ആ ഒരു പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്തരമുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ മാറ്റം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഫെങ്ഷുയില അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പിന്നെ കിറ്റാണിത്. ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധയുണ്ട്, 3 ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട്, 6 റോഡ് വിൻചേമുണ്ട്, ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ, അത് കഴിഞ്ഞിട്ട് പക്കോമർ, അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ്. ഇതൊരു വീട്ടിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 10-21 ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും. അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 21 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വെക്കാവുന്ന കാര്യങ്ങളാണ്. വീടിന്റെ ഫ്ലൈങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും.